ഇപ്പോൾ നമ്മുടെ SSCയിൽ സെക്ഷണൽ ടൈമിംഗ് വന്നിട്ടുണ്ട്, CGL സെക്ഷണൽ ടൈമിംഗ് വന്നിട്ടുണ്ട്. സോ നമ്മളെല്ലാവരും വളരെ പാനിക്കായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ബട്ട് ടെൻഷൻ ഒന്നും ആവേണ്ട കാര്യമില്ല. നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അറ്റംപ്റ്റ് ചെയ്താൽ മതി. നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്കോർ കിട്ടും. അത്ര നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. ആ ഒരു ലെവലിൽ ഇനി കട്ട് ഓഫും വരുള്ളൂ. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എല്ലാ സബ്ജക്റ്റിനും 15 മിനിറ്റേ ഉള്ളൂ. സോ ഇംഗ്ലീഷിന് 15 മിനിറ്റേ ഉള്ളൂ, GK 15 മിനിറ്റേ ഉള്ളൂ, റീസണിങ് 15 മിനിറ്റേ ഉള്ളൂ, മാത്സിനും എന്താ ഉള്ളൂ 15 മിനിറ്റേ ഉള്ളൂ. ഇതാണ് നമുക്കുള്ള ബുദ്ധിമുട്ട്. സാധാരണ നമ്മൾ GK ഇംഗ്ലീഷ് പെട്ടെന്ന് ചെയ്തിട്ട് ബാക്കി ടൈം റീസണിങ് ചെയ്തു, ബാക്കിയുള്ള ടൈം ഒരു 20-25 മിനിറ്റ് നമ്മൾ എന്താ മാത്സിൽ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. അത് നമുക്ക് ഇവിടെ നടക്കില്ല എന്നതാണ് നമ്മുടെ ബുദ്ധിമുട്ട്. ഇപ്പം ഇംഗ്ലീഷ് നമ്മളെല്ലാ കാര്യങ്ങളും നന്നായി പഠിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 20+ വരെ പോകാൻ പറ്റും. റൂൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, സിനോണിം ആന്റോണിം ഒക്കെ ഡെയിലി പഠിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് പോകുന്നവരാണെങ്കിൽ ഒരു 20 എബവ് വരെ നമുക്ക് ഇംഗ്ലീഷ് പോകാൻ പറ്റും. GK ഒരു കുഴപ്പമില്ലാണ്ട് പഠിച്ചവർക്ക് ഒരു 50, നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 വരെ നമുക്ക് പോകാൻ പറ്റും. റീസണിങ് ഒരു 23-24 ആ ഒരു റേഞ്ച് വരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് പ്രൊവൈഡഡ് നമുക്കൊരു 20 നമുക്ക് കൂട്ടാം, 20 വരെ നമുക്ക് ചെയ്യാം എന്ന് കൂട്ടാം. അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പസിൽസോ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് സെക്കൻഡ് റൗണ്ടിൽ മാത്രമേ അങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പാടുള്ളൂ. സീറ്റിങ്ങിനൊന്നും അധികം സമയം കളയരുത്. നമ്മൾ ആദ്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്ത് പോവുക. സീറ്റിംഗ് പസിലൊക്കെ വരാണെങ്കിൽ റൗണ്ട് 2ലേക്ക് മാത്രം മാറ്റി വയ്ക്കുക. പിന്നെ ABCD, അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ്, അതിൻ്റെ റിവേഴ്സ്, ആൽഫബറ്റിക്, ഇതെല്ലാം പഠിച്ചു വെക്കുക. മാക്സിമം പഠിച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എന്താ ഭംഗിയായിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 20 കിട്ടി, ഇവിടെ നിന്ന് 20 കിട്ടി, ഇവിടെ നിന്ന് 20 കിട്ടി. നമുക്ക് മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു 15 to 20 ആണ് ചെയ്യാൻ പറ്റുക. ഒരു 15 മിനിറ്റിൽ 15 ചോദ്യം നമുക്ക് ഓൺ ആൻ ആവറേജ് ചെയ്യാൻ പറ്റണം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമുക്ക് ഈ മാത്സിൻ്റെ കാര്യത്തിലാണ് മാത്സ് റീസണിങ് ആണ് സ്കിപ്പിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ്. മാക്സിമം സ്കിപ്പ് ചെയ്ത് ചെയ്യാം. നമുക്ക് SSC നോർമലി ഈസി ക്വസ്റ്റ്യൻ ഉണ്ടാവും, മോഡറേറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ടഫ് ക്വസ്റ്റ്യനും ഉണ്ടാവും. സോ ഈസി ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്കൊരു 45 സെക്കൻഡ്സ് മതിയാവും. മോഡറേറ്റ് ചെയ്യാൻ 1 മിനിറ്റിന് പേര് വരും. ഇതാണെങ്കിൽ ഒരു 1 മിനിറ്റ് പ്ലസ് പോവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ SSC സ്ഥിരം ചോദിക്കുന്ന പാറ്റേൺ ക്വസ്റ്റ്യൻസ്, നമുക്ക് കാണുമ്പോൾ ടെൻഷൻ ആവാത്ത ക്വസ്റ്റ്യനൊക്കെ ഈ ഒരു കേസിലുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു 2 ചോദ്യം 24-ാമത്തെ 25-ാമത്തെ ചോദ്യം. സോ നമ്മൾ ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാനിരുന്ന സമയം പോയാൽ നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് എത്തില്ല. ടൈമിങ് കഴിയുമ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോകും. സോ നമ്മൾ ആദ്യം എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവുക. മാർക്ക് ഫോർ റിവ്യൂ ഭംഗിയായിട്ട് യൂസ് ചെയ്യുക. സ്റ്റക്ക് ആവുന്ന ക്വസ്റ്റ്യൻസ് നിൽക്കാണ്ടിരിക്കുക. വലിയ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാണ്ടിരിക്കുക ഫസ്റ്റ് റൗണ്ടിൽ. സെക്കൻഡ് റൗണ്ടിൽ മാത്രം വലിയ ക്വസ്റ്റ്യൻസിക്ക് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ വന്നിട്ട് മാത്രം ചെയ്യാം. അപ്പോൾ ആവറേജ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 15 to 20 കിട്ടാം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഒരു 20 ഉണ്ട്, GK നമുക്കൊരു 20 കൂട്ടാം. അപ്പോൾ അതുപോലെ റീസണിങ് ഒരു 20 ഉണ്ട്, അപ്പം 60ആയി. മാത്സ് നമുക്കൊരു 15 കിട്ടിയുള്ളൂ എന്നും കൂട്ടാം. അപ്പോൾ നമുക്ക് തന്നെ എന്തായി 60ഉം 15 75 ചോദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി 150 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്ലസ് ഓർ മൈനസ് ഡിപ്പെൻസ് ആണ്, ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഡിപ്പെൻസ് ആണ്. സോ കുറയാം കൂടാം. അപ്പോൾ ഈ ഒരു ലെവലിലുള്ള മാർക്ക് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. സോ ഈ സെക്ഷണൽ ടൈമിംഗ് വന്നുകൊണ്ട് കുറേ പേർക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രോബബിളി ഇതിന് താഴേക്ക് പോകാനാണ് സാധ്യത. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ട്രെൻഡ് വരാൻ പോണേ. നമ്മളും എന്ത് ചെയ്യുക, മാത്സ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക. ഇപ്പോൾ നമ്മൾ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പേഴ്സൻറ്റേജ്, റേഷ്യോ, കൺവേർഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താ ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ ട്രിഗണോമെട്രി, അൽജിബ്ര, ജോമെട്രി, ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചു വെക്കുക. ഇതിൽ നിന്നൊക്കെ എന്താ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ അറിയെങ്കിൽ ഡയറക്റ്റ് ഉത്തരം കിട്ടാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുക. അധികം സബ്സ്റ്റിറ്റ്യൂഷനും സ്റ്റെപ്പുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്താ റൗണ്ട് 2 ചെയ്യാൻ നോക്കാം. ഇനിയുള്ള സമയത്ത് നമ്മൾ മാക്സിമം മോക്ക് ചെയ്യാം. മിനിമം എക്സാമിന് മുന്നൊരു 30 മോക്കെങ്കിലും ചെയ്യണം. മിനിമം 30 മോക്കെങ്കിലും. ബട്ട് അതിന് കൂടുതൽ ചെയ്താൽ അത്രയും നല്ലത്. സോ മോക്സ് ചെയ്ത് എക്സാമിന് ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് നല്ല ധൈര്യമായിട്ട് എക്സാം പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രിലിംസ് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ മോക്സ് ആണ് ഇനിയുള്ള ഒരു സമയത്ത് ഇമ്പോർട്ടൻറ്റ്.
സോ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് മോക്ക് ഒന്നും ചെയ്യാൻ ആർക്കും പറ്റില്ല. സോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോക്സ് ചെയ്യുക, ഡെയിലി വൈസ് ചെയ്യുക, സെക്ഷണൽ ചെയ്താൽ മതി. ഡെയിലി എന്താ സെക്ഷണൽ ചെയ്യുക. അപ്പോൾ മാത്സും റീസണിങ് ഒക്കെ എന്താ സെക്ഷണൽ ചെയ്യുക. ഡെയിലി ഓരോ സെക്ഷണൽ ടെസ്റ്റിംഗിലും ചെയ്ത് എന്തോരം ഇമ്പ്രൂവ് ആവുന്നുണ്ട്, പുതിയ ക്വസ്റ്റ്യൻസും പുതിയ ടൈപ്പൊക്കെ വരുമ്പോൾ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണേന്നൊക്കെ മനസ്സിലാക്കുക. സോ അങ്ങനെ ഡെയിലി ആ ഒരു സിറ്റുവേഷനെ കൂടെ കടന്നുപോയി നമുക്ക് എക്സാം വരുമ്പോൾ അതൊരു പ്രശ്നമേ അല്ലാത്ത രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. പിന്നെ ജി കെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക ഡെയിലി. ഇനിയുള്ള ദിവസങ്ങളിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ജി കെക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നാഷണൽ പാർക്ക്, ഡാൻസേഴ്സ്, അങ്ങനെയുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ളത് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ പഠിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കാം. ഇംഗ്ലീഷ് അത് റൂൾസ് പഠിക്കുക, അങ്ങനെ ഒരു ഭംഗിയായിട്ട് പോവുക. മാക്സിമം സിനോണിംസും ആൻറ്റോണിംസ് ഒക്കെ SSC ചോദിച്ചിട്ടുള്ളത് പഠിച്ച് വെക്കുക. കാരണം ഇനിയും SSC ചോദിക്കും. സോ നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സംഘടിപ്പിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇത്രയൊക്കെ തീരുമാനം തന്നെ നമ്മുടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാവുന്ന ഒരു മാർക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.